ശ്രീഹരിയുടെ വീടല്ലേ? അതെ, ആരാ? ആ പുണ്യാളോടെ ഉണ്ടോ? അയ്യോ, ആരെന്തെങ്കിലുമൊക്കെ സംസാരിക്കണേ? അവൻ എന്തായാലും ഭാര്യയോട് ചെയ്യുന്ന അറിയോ? രാത്രി ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആരെ പറ്റി സംസാരിക്കണേ? ശ്രീഹരിയുടെ ഭാര്യയല്ലേ? ശ്രീഹരിയുടെ ഭാര്യ? അവനെ വിളിക്ക്. അയ്യോ, നിങ്ങൾക്ക് ആള് മാറിയതാ? ഇവൻ തന്നെയല്ലേ? ഇതന്നെ, പക്ഷെ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരാളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസം ഉണ്ടാവും, അതുപോലെ എനിക്ക് എന്റെ ഭാര്യ വിശ്വാസമായിരുന്നു. പക്ഷെ അവര് പോവാത്ത സ്ഥലങ്ങളില്ല. ഒടുക്ക ഞാൻ രണ്ടിന് ചാറ്റി കൈയോടെ പൊക്കി. എന്തൊക്കെ എന്താ ബഹളം? എന്താ ഹരിയേട്ട, ഇയാൾ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുക? സജിൻ ഇങ്ങോട്ട് വന്നേ, ഇവിടെ സംസാരിക്കണോ? ഇങ്ങോട്ട് പറയട്ടെ. ഹരിയേട്ടൻ അറിയോ ഇയാളെ? നീ അകത്ത് പോ, താങ്ങോട്ട് വന്നേ. ഇതെന്തൊക്കെ ഹരിയേട്ടാ? എടി വെറുതെ നീ വന്നേ. ഇയാളുടെ ഭാര്യ അറിയോ ഹരിയേട്ടൻ? പറഞ്ഞു കൊടുക്കണോ? ഒന്നും ഇല്ലടി, നീ അകത്ത് പോയി താങ്ങോട്ട് വന്നേ. മതി, നിർത്ത്. രണ്ടാളൊന്നും പറയണ്ടേ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറയണമെന്ന് കേൾക്കുന്നു. എന്തിനാ ഹരിയേട്ടാ? എനിക്കെല്ലാം മനസ്സിലായി. അല്ലെന്ന് നീ കരയല്ലേ, സമാധാനപ്പെട്. നീ കൈവച്ചേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനല്ല. ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ എന്തിനാ ഹരിയേട്ടാ? എടോ, തനിക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു പ്രാങ്ക് തന്നപ്പോ നീ ഭയങ്കര സന്തോഷിക്കലെന്ന് വിചാരിച്ചിട്ടാ. അതെ, എന്നിട്ട് ഇത്രയും നേരം ഞാൻ ഒരുപാട് സന്തോഷമായിട്ടാണല്ലോ ഇരുന്നത്. ആ കുറച്ച് സമയത്തേക്ക് ഞാനങ്ങ് ഇല്ലാണ്ടായി. എന്റെ അത്രയും നല്ലൊരു ദിവസം എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടിയത്? ഇതൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. എന്തായാലും ഈ ബർത്ത്ഡേ ഞാൻ മറക്കില്ല. അത് സന്തോഷിച്ചതിന്റെ പേരിലല്ല, എന്നെ അത്രയും സങ്കടപ്പെടുത്തിയതിന്റെ പേരിൽ. ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ വേറെ കുറെ ആൾക്കാരും. ഇത് ഞാൻ എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല ആരും. പാളിപ്പോയി എന്റെ പ്രാങ്ക് ജീവിതത്തിൽ ആദ്യത്തെ അടി. എന്നാൽ എന്നെ എന്തിനാ തല്ലിയത്? നിന്നെ തല്ല ഇതുപോലെ പലരും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തോടുകൂടി ഈ പരിപാടി നിർത്തിക്കോളും. അവന്റെ ഒരു പ്രാങ്ക്. എനിക്ക് ചോറ് കിട്ടുമോ? എന്താ ഇവിടെ സ്പെഷ്യല്? പോക്കറ്റ് ഷവർമയാണ് നമ്മുടെ സ്പെഷ്യല്. പക്ഷെ അത് ഒരു 6 o'clock ആവാം. സ്വീറ്റ് ആയിട്ട് എന്താ ഉള്ളത്? കേസരി ഉണ്ട്, ഉന്നക്കായ ഉണ്ട്, പിന്നെ ഇലാഞ്ചി ഉണ്ട്. കേസരി, 2 കേസരി. ഓക്കെ, 2 കേസരി, 2 ലൈം. ഓക്കെ. നീ ഇങ്ങനെ ടെൻഷനായി ആൾക്കാർ ശ്രദ്ധിക്കും. ഇതൊന്നും നടക്കില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ടച്ച് തരുമ്പോ ഇതിനെ പിടിച്ച് കേറിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതൊരു പഴുകിയുടെ അസുഖം കഴിക്കണ്ട. നീ ആ ബെല്ലടിച്ചയാളെ വിളിച്ചു. എന്തുകൊണ്ട് സാർ എന്തോന്നാട്ടത്? ഞാൻ ഒന്ന് കഴിച്ചു നോക്കുന്നത്. എന്താ കേസരിയാണ്? ഞങ്ങൾ കേസരി കഴിക്കാത്ത ആൾക്കാരൊന്നുമില്ല. ഇത് എന്ത് നെയ്യിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? അയ്യോ, നല്ല നെയ്യാണ് ഉണ്ടാക്കിയത്. താൻ ഒന്ന് കഴിച്ചു നോക്കും. കാരണം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറ്. ആരും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേസരി കഴിക്കാത്തൊന്നുമില്ല. ഇതെന്തോ നെയ്യൊന്നും ശരിയല്ല. ഇത് ആരുണ്ടാക്കിയേ? അത് ഞാൻ തന്നെ. അപ്പൊ ഓക്കെ, മുതലാളി വിളിക്കും. എന്റെ മുതലാളി വിളിക്കണം. കാരണം ഞാൻ മാറ്റി തരാം. വിളിക്ക് നിങ്ങൾക്ക് കാര്യം ചോദിക്കണല്ലോ. ഞാൻ വിളിക്കണേ. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ഇല്ല പറയാ. ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്നത്. ടെൻഷൻ ആവില്ലേ? ഒരു പ്രാങ്ക് ആയിരുന്നു. ഈ ക്യാമറ ചേട്ടാ, കേസരി നല്ല സൂപ്പറാണ്, നല്ല അടിപൊളി കഴിപ്പിന്റെ ചേട്ടന്റെ. ഇങ്ങനെ ഞങ്ങളുടെ ചാനലിലൊക്കെ നല്ലൊരു ഗിഫ്റ്റ് ചേട്ടന് സമ്മാനമായിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ ഇമോഷൻ വിട്ടിട്ട് വേണല്ലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാക്കാൻ. എല്ലാവരുടെ മനസ്സിൽ ഒരുപോലെ കട്ടികളാവണമെന്നില്ല. നിങ്ങൾ ഈ പറയണ കേട്ടിട്ട് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി അറിയാൻ. ഈ പണി കൊണ്ട് ജീവിക്കണത് ഒരുപാട് കഷ്ടപ്പെട്ടത് കിട്ടിയത്. കഞ്ഞി പാറ്റടല്ലേ. പ്രാങ്കൊക്കെ നല്ലതാ. ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാ വരുന്നത്. ഇതേട്ടോ. എനിക്കൊന്നിനും വേണം. അപ്പൊ നമുക്ക് ആ ബസ് സ്റ്റാൻഡിൽ പോർന്നില്ലേ? ഞാൻ അവിടെ നിന്ന് മൂല ഇൻഫെക്ഷൻ ആവും. വഴിയുണ്ട്, നീ കേറ്. ഒന്ന് വേഗം പോകും, എനിക്ക് സഹിക്കാൻ വയ്യ. ഇപ്പൊ എത്തും, നീ തിരക്ക് പിടിക്കല്ലേ. എവിടേക്ക് പോണേ? എത്തി. ഇതെന്താ പബ്ലിക് ടോയ്ലറ്റാ? ഇത് റെസ്റ്റോറന്റ് അല്ലേ? റെസ്റ്റോറന്റിൽ എവിടെ പോയി ചോദിച്ചോ? ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അവര് ഓടിക്കും. ഒരു ചായ കുടിക്കണ്ട എങ്ങനെയാ? ഞാൻ ചായ പറയാം, നീ ചോദിച്ചിട്ടോ. ചിലപ്പോണല്ലോ.
ആ കഴിഞ്ഞെത്തിയ ആ പിന്നെ എന്തൊരാശ്വാസം. എന്താ മോനെ എല്ലാത്തിലേക്ക് ഏറ്റവും വലിയ സുഖം എന്താ അറിയോ? എന്താ മൂത്രമൊഴിക്കാൻ മുട്ടിട്ടേ അവസാന നിമിഷത്തിൽ ഒഴിക്കുന്നതൊക്കെ സുഖം. നീ ചായ പറഞ്ഞില്ലേ? ചായ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു നീ പറഞ്ഞിട്ടുണ്ടാവില്ല. സത്യം ഓർഡർ ചെയ്തോ? ചായ ഓർഡർ ചെയ്ത് ബില്ലാക്കി പോന്താ? എന്തായാലും നമ്മുടെ കാര്യം നടന്ന സ്ഥിതിക്ക് എനിക്ക് പോയാലോ? ഛേ മോശമല്ലേ അത്, മൂത്രമൊഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കയറുന്നത്. എടാ അവിടെ നല്ല ചൂടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, 2 പറയൂ. കട്ട്ലേറ്റാ ചേട്ടാ? 2 കട്ട്ലേറ്റ് അല്ല, ഒരു കട്ട്ലേറ്റും ഒരു സമൂസ. സമൂസ ഉണ്ടാവും നല്ല അടിപൊളി. ഇല്ല, വേണ്ട, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. എനിക്ക് വേണ്ടി കയറിയതല്ലേ? ഒന്നും കൊള്ളാൻ കയറിയപ്പോഴേക്കും ആ കോർപ്പറേഷനിലാണെങ്കിലേ 5 രൂപ കൊണ്ട് കാര്യം തീർന്നു. ചേച്ചി എവിടെ ലേറ്റ് ആവൂ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്? കുറച്ചേരായി. ഇവന് എത്ര തരാനുള്ളേ? 2000. ഇതിലൊരു 200 രൂപ കുറവുണ്ട്. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ചേച്ചി ഉള്ളത് കൊടുത്തായി. ചേച്ചി കൊണ്ട് അത്രേ പറ്റുള്ളൂ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ പോട്ടെ. അവിടെ തുണിക്കടയിൽ നിന്ന് കുറച്ച് സമയം കൂടുതൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചധികം തുണി തയ്ക്കാൻ. ഞാൻ ക്യാഷും കിടന്നേ. ചേട്ടാ നിനക്ക് എന്ത് ഇത്ര ആവശ്യം കാശിന്? മറ്റന്നാളെ എന്റെ ബർത്ത്ഡേ. ഇപ്പൊ പിള്ളേർക്കുള്ള എല്ലാ ചെലവും എന്റെ വക. എടാ പുള്ളിക്കാരെ എന്തൊക്കെ ജോലി ചെയ്തിട്ട് നിന്നെ നോക്കണം അറിയോ? നിന്നെ ചീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്റെ ചേച്ചിയല്ലേ, അത് ഞാൻ നോക്കിയോളാം, നീ നോക്കണ്ട. പിന്നെ ആ വൈകിട്ട് 200 കൂടി മേടിച്ച് വിളിച്ചോളാം. കഷ്ടം. ചേച്ചി ആ ഞാൻ വരാം. ബാക്കി കാശിന്റെ കാര്യമല്ലേ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ റെഡിയാക്കി തരാം. അയ്യോ ചേച്ചി അതിനല്ല, എനിക്ക് കാശിന് പത്രം അത്യാവശ്യമില്ല. ഞാനിത് വേറെ അറേഞ്ച് ചെയ്തു. ഇത് ചേച്ചി വെച്ചോ. അയ്യോ അത് വേണ്ട. എന്റെ അനിയൻ്റെ ഒരു കടക്കാരനായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമില്ല. അത് മാത്രല്ല അച്ഛനും അമ്മയും മരിച്ചതിന് അവന് ഞാൻ മാത്രമല്ലല്ലോ. ചേച്ചി അതുകൊണ്ടാ പറയണത്. ഇത് എനിക്കിപ്പോ വേണ്ട, ഞാൻ വേണ്ടപ്പോ ചോദിച്ചോളാം കേട്ടാ. 2 ദിവസം കഴിഞ്ഞ് അവന്റെ പിറന്നാളാ. അപ്പൊ ഇതുകൊണ്ട് ഞാൻ അവന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം അല്ലേ? ചേച്ചി ശരി, ഓ ശരി, ഇത് ഞാൻ പിന്നെ തരാം. ശരി ചേച്ചി. ഓ ആ പറടാ. ആ പണ്ട് ഞാനേ വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി തന്നു. നീ ഇപ്പൊ അവിടെ? ഓ ശരി, ഞാൻ അങ്ങോട്ട് വരാം. എന്തായി 200 കിട്ടിയാ? ഒന്ന് മാറി. നീ വക ചറ്റ പരിപാടിക്ക് എന്നെ വിളിച്ചു പോയത്. ആ ചേച്ചി എന്തോരം കഷ്ടപ്പെട്ടോ അതിനെ നോക്കുന്നത്, എന്നിട്ട് അതിനെ പറ്റിച്ച് ജീവിക്കുന്നു. മാറി. എടാ ഈ ഫ്രണ്ട്സ് കുറച്ചു കാലം വരെ ഉണ്ടാവും, പിന്നെ അവര് അവരുടെ ഒഴിക്കും. പിന്നെ നിനക്ക് ഈ ചേച്ചി മാത്രം ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. അവന്റെ ഒരു പോപ്പിലെ പരിപാടി. ദേ ആ പെണ്ണുമ്പിള്ള അവിടെ നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ പാഴ്സലുകാരൻ വിളിക്കും. അവരെങ്ങാനും കണ്ടാ പിന്നെ നാട് മുഴുവൻ പറഞ്ഞു നടക്കാൻ ഒരു കാരണമായില്ലേ. ആ അതേ വിളിക്കുന്നു. ഹലോ ആണോ? ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരാന്ന്. ഏയ് വേണ്ട വേണ്ട, അവരവിടെ നിൽക്കുന്നുണ്ട്. വേണ്ടേ? വേണ്ട വേണ്ട, ഗേറ്റിൻ്റെ അവിടെ മതി. അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. ആ ശരി ശരി ശരി. നിങ്ങൾ വേഗം പോയിട്ട് ആ സഞ്ചി എടുത്തിട്ട് വന്നേ, അല്ലെങ്കിൽ ആ പെണ്ണുമ്പിള്ള എന്താന്ന് ചോദിച്ചോണ്ടിരിക്കും. ആ ആ ഞാൻ എടുത്തോണ്ട് വരാം. ആ ആ എവിടേക്കാ? രാജേഷേട്ടനെ പാല് മേടിക്കാൻ മറന്നു, അപ്പൊ അത് മേടിക്കാൻ. പാല് മേടിക്കാനായിരിക്കില്ലേ? അല്ല ഇത്രയധികം പാലോ? രാജേഷേട്ടന്റെ പിറന്നാളാ, അപ്പൊ പായസം വെക്കാം. പിറന്നാളാ? വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുതരാം. എന്റെ പൊന്നുമായേ, ഈ ഒരു കൊറിയർ പേടിക്കുന്നത് ലോകത്ത് ആദ്യത്തെ കാര്യമല്ലോ. ഇതാണ് നീ അവരെ പേടിക്കുന്നത്? അവരൊന്ന് തൂക്കി കൊല്ലൂ. അതെ രാജേഷേട്ടൻ അറിയണ്ട, കഴിഞ്ഞ മാസം നമ്മളിവിടെ 10 പാഴ്സൽ വെച്ചു. ആ പെണ്ണുമുള്ള നാട് മുഴുവൻ പറഞ്ഞിട്ടുണ്ടാക്കി. എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത്രയധികം പൈസന്ന്? നമുക്ക് എന്താ കള്ളപ്പണത്തിന്റെ ഇടപാടുണ്ടെന്നാ ഇവര് നാട് മുഴുവൻ പറഞ്ഞു നടക്കണേ. ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതിന് മുമ്പിലേ ഇതിങ്ങനെ ഒളിപ്പിച്ച് കിടത്തല്ലേ വേണ്ടത്. അന്തസ്സോട് ഇന്ന സാധനമാണെന്ന് കാണിച്ചിട്ട് മുമ്പ് കൂടെ വരണം. എനിക്ക് അവരോട് ഇന്നതാന്ന് പറയാൻ മടിയുണ്ടായിട്ടൊന്നല്ല, പക്ഷെ എന്തിനൊരു പ്രൈവസി ഇല്ലേ? ഇതിപ്പോ അവരെ പേടിച്ചിട്ട് ജീവിക്കേണ്ട അവസ്ഥയാ. ഇങ്ങനെ എന്തിനാ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണേ? എന്തായാലും മിഷൻ ചെലവ സക്സസ് ആയിരുന്നു. അതെ, ഇനി പോയി തേങ്ങ ചെലവിക്കോ.